ഡോക്ടർ വി പി സുഹൈബ് മൗലവി പാളയം ഇമാം, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകളും അതിനെ എതിർക്കുന്നവരും തമ്മിലുള്ള ഈ വിശ്വാസത്തെ പ്രതിരോധിക്കുന്നവരും വിശ്വാസം കൊണ്ട് നടക്കുന്നവരും തമ്മിലുള്ള ഒരു ഡിസ്പ്യൂട്ട്സിനെ പറ്റി സംബന്ധിച്ചു അദ്ദേഹം പറഞ്ഞത് എക്സ് മുസ്ലിമുകളുടെ ഭാഷയിലും വലിയ പ്രശ്നമുണ്ടെന്നാണ്. ആരിഫ് ഹുസൈൻ്റെ ഭാഷയൊക്കെ വലിയ പ്രശ്നമാണ് എന്നാണ്. അപ്പം ഞാനത് ചിരിക്കുകയും തലകുലിക്കുകയും ചെയ്തു. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ താങ്കളുടെ വീഡിയോകൾ ധാരാളമായി കേൾക്കുമ്പോൾ ഈ പറയുന്നത് പോലെ എടുത്തടിച്ച് പറയുന്നത് മുഹമ്മദ് നബി അടിമയെ പൂശിയാലാണ്. ഇതിൽ ഈ പൂശിയ എന്ന വാക്കാണ് അവിടെ പ്രശ്നമാകുന്നത്. ഒരു റിഫോർമേഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് താങ്കൾ. ഈ താങ്കളെ വിളിക്കുന്ന ആൾക്കാർ പലപ്പോഴും സാധാരണക്കാരായ മനുഷ്യരായിരിക്കും, വളരെ കടുത്ത മതബോധത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടി വിളിക്കുന്നവരാണ്. ഞങ്ങളുടെ പ്രവാചകനെയും ഞങ്ങളുടെ അള്ളാഹുവിനെയും പ്രതിരോധിക്കാൻ വേണ്ടി വിളിക്കുന്നവരാണ്. അവരോടാണ് ഈ എടുത്തടിച്ച് മുഹമ്മദ് നബി പൂശിയ കാര്യം പറയുന്നത്. എന്തുകൊണ്ടാണ് ആ ഭാഷ? ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, ഇസ്ലാം ഒരു പേപ്പട്ടി മതമാണ്. ഓക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പല മതങ്ങൾക്കും പ്രശ്നമുള്ളതുണ്ട്. ഇസ്ലാമിനേക്കാൾ കൂടുതൽ പ്രശ്നമുള്ള മതങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്ന് നമ്മളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ ലോങ്സ്റ്റ് റണ്ണിങ് വയലൻസ് സ്പ്രീ അത് ഇന്നും ഇസ്ലാം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ആളുകളെ ഒരു 10-30 വർഷം കൂടി കഴിഞ്ഞാൽ ഇതുവരെ ആളുകൾ ലോകത്ത് കൊന്നു തള്ളിയിട്ടുള്ള ആളുകളെക്കാൾ കൂടുതൽ കൊന്നു തള്ളിയ മതം ഒരു ആശയം ഉണ്ടെങ്കിൽ അത് ഇസ്ലാമായിട്ട് മാറും. അതിന് ഇപ്പം തന്നെ ഏകദേശം ബരാബറാണ്. അതിന് മുകളിലേക്ക് പോവാണ്. ഞാൻ ഈ ഔദ്യോഗികമായ കണക്കാണ് പറയുന്നത്. അനൗദ്യോഗികമായ കണക്കുകളും കൂടി നമ്മളിപ്പോൾ തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നോ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ വിടുകയാണ്. തൽക്കാലം ഒരു 18-19 നൂറ്റാണ്ടിന് ശേഷമുള്ളത് കണക്ക് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ എതിർക്കണം. ആ എതിർക്കുന്ന സമയത്ത് ഇവിടെ സംഭവിച്ചില്ല. ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു റിഫോം നടത്തിയതുമായി കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരാളുടെ പേര് പോലും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഹിന്ദു മതം ഇവിടെ ഉണ്ട്. ഹിന്ദു മതത്തിൽ റിഫോർമേഷൻ നടന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. അതിൽ റിഫോർമേഷന്റെ നേതാക്കളായിട്ടുള്ള ആളുകളുടെ പേര് ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾ ധാരാളമായിട്ടുണ്ട്. ഇഷ്ടംപോലെ. ഇസ്ലാമിൽ റിഫോർമേഷൻ നടത്തിയ ആളുകളുടെ പേര് നിങ്ങൾക്ക് ഒരെണ്ണെങ്കിലും ഓർത്തെടുക്കാൻ പറ്റും. ഇവരൊക്കെ ചിലരൊക്കെ അപൂർവമായിട്ടുണ്ട്. പക്ഷെ ഒരു പേരെടുത്ത് പറയാൻ എനിക്കും കിട്ടില്ല. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം നമ്മളെ കോളിൽ ഇതുപോലെ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ ആളോട് ഇതേ ചോദ്യം ചോദിച്ചു. ആള് എന്നോട് പറഞ്ഞ എ റഹ്മാൻ എന്നാ പറഞ്ഞത്. ഞാൻ പെട്ടെന്ന് ആലോചിച്ച് സൽമാൻ റുഷ്ദിയും തസ്ലീമ നസ്രീനും ഒക്കെ ഓടിയ കഥകളാണ്. അതെങ്ങനെ റിഫോർമേഷൻ ആവുന്നത്? അല്ല, ശ്രമം എങ്കിലും അവരുടെ ഭാഗത്ത് അവരെ മുസ്ലിങ്ങൾ ഒരിക്കലും ഏറ്റെടുത്തിട്ടില്ല. ഓക്കെ, പക്ഷെ ഹിന്ദു മതത്തിൽ വന്ന റിഫോർമേഷന് വേണ്ടി വന്ന ആളുകൾ ഹിന്ദു മതത്തിലെ ആളുകൾ ഓർക്കാം. നമുക്ക് ശ്രീനാരായണ ഗുരുവിനെ ഓർക്കാം, അയ്യങ്കാളി അവരെ ഓർക്കാം, എത്രയോ മനുഷ്യരെ ഓർക്കാം. പോട്ടെ, അപ്പൊ അതാ ഒരു ചെറിയ വ്യത്യാസം. ഇനി ക്രിസ്ത്യാനിറ്റിയിൽ പോലും നിങ്ങൾക്ക് ആളെ കിട്ടും. ഇനി നമ്മളെപ്പോഴും പറയുന്ന ഒരു ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം. ഓക്കെ, ഇസ്ലാം അങ്ങനെ ഉണ്ടായിരുന്നു, ആനയായിരുന്നു, ചേനയായിരുന്നു എന്നൊക്കെ പറയും. ഗോൾഡൻ ഏജ് എന്ന് പറയും. കുറെ ശാസ്ത്രം കണ്ടുപിടിച്ചു എന്നൊക്കെയാണ് ഇവർ പറയാം. നമ്മളത് സമ്മതിക്കുന്നു. എന്നിട്ട് അടുത്ത ചോദ്യം ഒരു ഫേസ് ചെയ്യണം. എന്താണ് ചോദ്യം? ആ ഗോൾഡൻ ഏജിന് എന്ത് സംഭവിച്ചു? അതെന്താ ഇവർ പറയാത്ത? ഗോൾഡൻ ഏജ് എവിടെ പോയി? അതെന്താ നിന്നുപോയത്? ആരാണ് അതിനെ നിർത്തിയത്? ഏതെങ്കിലും ജൂതം വന്നാണ് നിർത്തിയത്? ഏതെങ്കിലും ക്രിസ്ത്യാനി വന്ന് കൊങ്ങയ്ക്ക് പിടിച്ച് നിർത്തിയതാണ്? ഏതെങ്കിലും ഹിന്ദു വന്നിട്ട് ഏതെങ്കിലും സംഘി വന്നിട്ട് അടിച്ച് പരത്തിയതാണ്? മുസ്ലിങ്ങൾ തന്നെയാണ് അതിനെ ഒഴിവാക്കിയത്. ഗസാലി എന്ന് പറയുന്ന ഒരു ഇമാം, ആ ഇമാമിന്റെ നേതൃത്വത്തിൽ പല ആളുകൾ അതിന് ശേഷം വന്നു. ഈ ഗസാലി ഇമാമ് വന്ന് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്താണ്? ആ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരുന്നിരുന്ന ഇത്തരത്തിലുള്ള ശാസ്ത്രീയമായ മുന്നേറ്റങ്ങൾ, അത് ശാസ്ത്രീയമായ മുന്നേറ്റം എന്ന് പറയുമ്പോൾ എന്താ, അത് മതനിരാശത്തിന് വരെ വഴിവെക്കുന്ന തലത്തിൽ നിങ്ങൾ ഫിലോസഫിയും മറ്റു പല കാര്യങ്ങളും പഠിച്ച് ദൈവത്തെ വരെ ചോദ്യം ചെയ്ത് അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ശാസ്ത്രവും ഗണിതവും ഒക്കെ പഠിച്ച് കിതാബുകൾ, ഇസ്ലാമിനേക്കാൾ അപ്പുറമുള്ള കിതാബുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രാമുഖ്യം കൊടുക്കുന്ന ശ്രദ്ധയപ്പെടുമ്പോൾ ആള് പറഞ്ഞു വെച്ചത് അത് പാടില്ല എന്നാണ്. അങ്ങനെയാണ് ആ സാധനം ഇവിടെ കെട്ടുപോയത്. അപ്പൊ ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു. ഇസ്ലാമിക് ഗോൾഡൻ അല്ല ശരിക്കും പറഞ്ഞാൽ, അത് ഒരു അറബിക് ഗോൾഡൻ ഏജ് ആണ്. ഇന്നിപ്പോൾ നമ്മൾ ജീവിച്ചുകൊണ്ടെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഗോൾഡൻ ഏജിലാണ്. എല്ലാ അറിവും ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഭാഗമായിക്കൊണ്ട് വളരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി ഒരു കാലഘട്ടത്തിൽ അത് അറബിയായിരുന്നു. ആ അറബിയെയാണ് ഇവർ ഈ പറയുന്ന ഇസ്ലാമിക് എന്ന് വിളിക്കുന്നത്. കാരണം ഇതിലിപ്പോൾ ഒരു ഉദാഹരണം ഇവർ പറഞ്ഞ ഇബ്നു സീന ഏറ്റവും വലിയ ഒരു ഇസ്ലാമിക പണ്ഡിതനാണെന്ന്. ഈ ഇബ്നു സീനയെ വിളിച്ചിരുന്നത് ലീഡർ ഓഫ് ദ കാഫിർ എന്നാണ്. ഓക്കെ, അത് മറച്ചു വെച്ചിട്ടാണ് ഇന്ന് ഇസ്ലാമിക ശാസ്ത്രജ്ഞൻ ഇവർ തന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്തിനാണ് അന്ന് കാഫിറുകളുടെ നേതാവ് എന്ന് വിളിച്ചത്? പിന്നെ ഇതേപോലെ പല ആളുകളുടെ പേര് പറയും. എന്താണ്, ഹവാരിസ്മി, അങ്ങനെ പല ആളുകളുടെ. പിന്നെ ഒരു റോബോട്ടിക്സിന്റെ ഫാദർ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഉന്തി തള്ളി കൊണ്ടുവരും. ഈ റാസി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. റാസിയെ വിളിച്ചിരുന്നത് കാഫിർ എന്നായിരുന്നു, ഹെററ്റിക് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. റാസി ഒരിക്കൽ പോലും ഒരു വിശ്വാസിയായിട്ട് ജീവിച്ചിരുന്ന ആളല്ല. പല ആളുകളും ഈ നിരാശം മറച്ചു വെച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. ഈ റോബോട്ടിക്സിന്റെ ഫാദർ ഇവർ ഏറ്റവും കൂടുതൽ തള്ളി മറിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഇവർ പറയുമ്പോൾ ശരി നമ്മൾ സമ്മതിക്കുകയാണ്. എന്നാൽ ഈ റോബോട്ടിക്സിന്റെ ആൾ എന്താ ഉണ്ടാക്കിയത്? റോബോട്ടിക്സിന്റെ ആൾ ഉണ്ടാക്കിയ റോബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഴയ കാലത്തെ ഒരു രൂപം. ആ രൂപം ഉണ്ടാക്കുക, ജീവനുള്ള വസ്തുവിന്റെ രൂപം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ഹറാമാണ്. അങ്ങനെയുള്ള നിയമം അവിടെ ഇരിക്കുകയാണ്
ഇദ്ദേഹം മയിലിനെ ഉണ്ടാക്കുന്നു, ഒട്ടകത്തിനെ ഉണ്ടാക്കുന്നു, ആനയെ ഉണ്ടാക്കുന്നു. ഹറാമാണോ അല്ലേ? ഇനി ഉണ്ടാക്കിയത് പോട്ടെ, ഈ ആനയും ഒട്ടകവും ആളുകളൊക്കെ എന്താ വിളമ്പിയിരുന്നത്? കള്ള്, വീഞ്ഞ്, ഇത് വിളമ്പുകയാണ് ചെയ്തത്. സംഗീതം ഉണ്ടാക്കുന്ന ഉപകരണം, സംഗീതം ഹറാമല്ലേ? വീഞ്ഞ് ഹറാമല്ലേ? ഇതെങ്ങനെയാണ് ഇസ്ലാമുമായിട്ട് കണക്ട് ആവുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ നോളജ് പ്രകാരം പല കാര്യങ്ങൾ ചെയ്തു വെച്ചു. ഇത് ഇന്ന് ഒരു ഹൈജാക്ക് ചെയ്തെടുത്തിട്ട് അവരുടെ അസ്തിത്വം അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. പക്ഷെ അത് 8 നിലയിൽ പൊട്ടും. കാരണം അത് കോറിലേറ്റ് ചെയ്യാൻ കഴിയില്ല. ഇനി അങ്ങനെ കോറിലേറ്റ് ചെയ്ത് എങ്ങനെയൊക്കെ ഒപ്പിച്ചാൽ തന്നെ ഗോൾഡൻ ഏജിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അത് ഗസാലി ഇമാമ വന്ന് ഇടിച്ചു നിരത്തും. അവിടെ വരെയുള്ള അതിൻ്റെ ആയുസ് തന്നെ. അപ്പോൾ ഇതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ളൊരു സാധനത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ, വിമർശിക്കുന്ന ആളുകൾക്ക്, ഇപ്പം ഞാനിത് പറയുന്നത്, അതും ഒരു എക്സ് മുസ്ലിം ആയ രീതിയിൽ ഞാനിത് പറയുമ്പോൾ, ഞാൻ 1% പേടി കാണിച്ചാൽ ഇത് കേൾക്കുന്ന ആള് അതിൻ്റെ ഒരു 10 ഇരട്ടി കാണിക്കും. അപ്പൊ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇത് ഒരു ഹോളി ക്യാമൽ ഫീലിംഗ് ഇല്ലാതെ, ഇതിന് അങ്ങനെ ഒരു ദിവ്യത്വം എന്ന് പറയുന്ന ഒരു സാധനം, ഒരു ബഹുമാനം കൊടുക്കേണ്ട സാധനമില്ല. ബ്ലാസ്ഫമി ഈസ് എ ബർത്ത് റൈറ്റ് എന്നുള്ള രീതിയിൽ കണ്ട് അതിനെ അടിമുടി അതിനെ പച്ചയായിട്ട് അതിനെ എക്സ്പോസ് ചെയ്യേണ്ട ഒരു കാര്യം എന്നിരിക്കെ, നിങ്ങൾക്ക് ഹിന്ദു മതത്തെ വിമർശിക്കുമ്പോൾ ഇല്ലാത്ത തരം, ക്രിസ്ത്യാനിറ്റിയെ വിമർശിക്കുമ്പോൾ ഇല്ലാത്ത തരം ഒരു തരം ബഹുമാനമോ അല്ലെങ്കിൽ ഒരു ഹോളി കൗ ഫീലിങ്ങോ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ ഉണ്ടാവാൻ പാടില്ല. ഇതെനിക്ക് നിർബന്ധമാണ്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു പ്രധാന ലക്ഷ്യം അത് തന്നെയാണ്. അപ്പം ഞാൻ 1% കാണിച്ച് അപ്പുറത്ത് 10 ആവും, അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ അത് 20, 30 ആവും. അപ്പം ഇതൊരിക്കലും വരില്ല. എന്നാൽ ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ഇതൊരു റിവേഴ്സ് മദ്രസയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ചെയ്യുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഇത് ഏറ്റെടുക്കുന്നത് മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സാധാരണ മനുഷ്യന്മാരാണ്. അവരെല്ലാം മതത്തിൽപ്പെട്ടവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഒരു തീവ്രവാദി സ്വഭാവം കൊണ്ട് നടക്കുന്ന, ഒരു തീവ്ര ഇസ്ലാം കൊണ്ട് നടക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിമിനെ കയ്യിൽ കിട്ടിയാൽ ആർക്ക് വേണമെങ്കിലും ഇന്ന് അവനെ തിരുത്താനുള്ളൊരു സോഷ്യൽ സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിന്ന് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കോയാക്കൂളിയും ഒക്കെ അധികം നാൾ ഉണ്ടാവില്ല, കൂട്ടിക്കെട്ടുന്നാണ് എനിക്ക് തോന്നുന്നത്. ആരും വിളിക്കണില്ല. ഇപ്പോൾ വിശ്വാസികളൊന്നും ഇപ്പോൾ കുരുപൊട്ടി വിളിക്കുന്നത് കുറവാണ്. മതപണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്, അയാളുടെ പരിപാടിയിലേക്ക് വിളിച്ച് വെറുതെ നമ്മളെ വിമർശിക്കുന്ന അവസരം കൂടി. അവസാനത്തെ ഒരു കാരണം കൂടിയുണ്ട് എന്തുകൊണ്ട് ഈ ഭാഷ. മൂന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ, ഇതൊരു ലിറ്റററി ടൂളാണ്. നമ്മൾ ഈ പറയുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ഇൻറ്റൻസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇപ്പം മുഹമ്മദ് നബി അടിമയെ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് കിട്ടില്ല. അതും ചിലപ്പോൾ വിശുദ്ധവത്കരിക്കപ്പെടുമല്ലേ, ഒരു വിശുദ്ധ ബലാത്സംഗമായിട്ട്. അപ്പോൾ അവിടെ ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ഇതിനകത്ത് ഇൻറ്റൻസിറ്റി ഉണ്ടാക്കുന്നത്. ഈ കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരു വശത്ത് വളരെ ബഹുമാനിക്കപ്പെടുന്ന ഒരു വാക്കും മറുവശത്ത് ഏറ്റവും താഴെ കിടക്കുന്ന ഒരു വാക്കും. അതൊരു കോൺട്രാസ്റ്റ്, ഒരു ലിറ്റററി ടൂളാണ്. അത് നമ്മൾ ഈ സെറ്ററിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഓക്കെ, മഹാനായ മണ്ടൻ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കോൺട്രാസ്റ്റ് ഉണ്ട്. മഹാൻ എന്ന് പറയുമ്പോൾ ഒരു വലിയ ഫീലിംഗ്, മണ്ടൻ എന്ന് പറയുമ്പോൾ ഒരു താഴെ കിടക്കുന്ന അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. ആ കോൺട്രാസ്റ്റിലാണ് ഇതിന് ഇൻറ്റൻസിറ്റി വരുന്നത്. അവൻ വലിയ മണ്ടനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും പിടിയിട്ടില്ല. പക്ഷെ അവൻ മഹാനായ ഒരു മണ്ടനെന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി ഒരു ഭയവും ഇല്ലാത്ത, ഇതും വിമർശന വിധേയമാണ് എന്നൊരു പൊതുബോധത്തിലേക്ക് ആൾക്കാരെ എത്തിക്കണം എന്നുള്ളതാണ്. അത് നോർമലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് ആർക്കും ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എൻ്റെ അടുത്ത് ഈ പേപ്പട്ടി മതം എന്ന് പറയാൻ കഴിയുന്നു, അല്ലെങ്കിൽ മുഹമ്മദ് നബി പൂശി എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത് പോലെ ഞാനിത് പറഞ്ഞുകൊണ്ടാണ്. സംശയം വേണ്ട, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ ഭയം ഉണ്ടാവും. 100% ശരിയായ കാര്യമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.